പ്രണയം എത്ര സുന്ദരമായ ഒരു വികാരമാണ്. പ്രണയത്തെ വർണ്ണിക്കാൻ വാക്കുകൾ പോരാ. പ്രണയം പറയാൻ, പ്രണയം അറിയുവാൻ സംഗീതമാണ് നല്ലത്. പ്രണയത്തിൻ്റെ ആത്മാവ് സംഗീതത്തിൽ അല്ലേ? പൂമ്പാറ്റകളെ പോലെ പാറി നടക്കട്ടെ അവർ. എന്തിനാണ് അനാവശ്യമായ ഇടപെടലുകൾ മറ്റുള്ളവർ നടത്തുന്നത്? ചില കപട പ്രണയങ്ങളും നിങ്ങൾ അറിയാതെ പോകരുത്. പ്രണയത്തിൻ്റെ മാന്ത്രിക ലോകത്ത് ചിലപ്പോൾ നിങ്ങൾ കപട പ്രണയം അറിയാതെ പോകാം. പ്രണയിച്ചോളൂ, പക്ഷേ അതിൻ്റെ കാന്തിക ശക്തിയിൽ നിങ്ങളുടെ വിവേകബുദ്ധി കുഴിച്ചു മൂടരുത്. പ്രണയിക്കുന്നത് ഇപ്പോഴും തെറ്റായി കാണുന്നവരുണ്ട്. പ്രണയം തെറ്റാകുന്നത് എപ്പോഴാണ്? നിങ്ങൾ ചിന്തിക്കൂ. പക്വതയില്ലാത്ത പ്രായത്തിലെ പ്രണയം തമാശയായി എടുക്കുക. നഷ്ടപ്പെട്ട പ്രണയത്തെ ഓർത്ത് ദുഃഖിക്കരുത്, അതിലെ മാധുര്യം ആസ്വദിക്കൂ. തനിക്കു പറ്റിയ ആളല്ല എന്ന് തോന്നിയാൽ അവിടെ വെച്ച് നിർത്തുക എല്ലാം. നമ്മളെ സ്നേഹിക്കുന്ന ആളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. പരിശുദ്ധ പ്രണയത്തിന് ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് വഴിയൊരുക്കും. വിവാഹശേഷവും പ്രണയിക്കാം, മരിക്കും വരെ പ്രണയിക്കാം. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിൽ ആണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലാണ് നിങ്ങളുടെ ജീവിതം. മനസ്സിൻ്റെ ആഗ്രഹപ്രകാരം ആകരുത്. നിങ്ങളുടെ ബുദ്ധി എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക. കാലവും പ്രപഞ്ചവും നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന വിധിയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക. എല്ലാത്തിനായും സർവശക്തനായ ഈശ്വരൻ സാക്ഷി.